നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ബെല്ലിയാണ്. ക്രിംസന്റെ ഒരു ഫീമെയിൽ ആണ്. ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണ്. ഇപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫെദറും ചെസ്റ്റിന്റെ അവിടെയൊക്കെ ചെറിയ വെള്ളമയം ഉള്ളതാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാണ്. കൂടുതലും ബേഡ്സ് രാവിലെ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് വെള്ളം വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബേഡ്സും ഒരു കുളിയൊക്കെ കുളിക്കുന്നതാണ്. ഇതിപ്പോ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന നല്ല ഫുള്ളി ടേമഡ് ആയിട്ടുള്ള നമ്മുടെ ക്രിംസൺ ആണ്. DNA കൺഫേം ചെയ്തതാണ്. നമുക്കിപ്പോ 95% നമ്മളെ കിടക്കുന്ന ബേഡ്സും DNA കൺഫേം ചെയ്തതാണ്. നമുക്ക് DNA ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെയിൽ ഫീമെയിൽ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എല്ലാത്തിനും DNA കൺഫേം ചെയ്തതാണ്. നമ്മുടെ ഷോപ്പിൽ DNA ഇല്ലാതെ വരുന്ന ബേഡ്സിന് നമ്മൾ തന്നെ ഷോപ്പിൽ DNA എടുത്തിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ക്രിംസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളർ തന്നെയാണ്. ഇതിന്റെ ചെസ്റ്റിന്റെ അവിടെ വരുന്ന ക്രിംസൺ റെഡ് ആണ്. ഏകദേശം ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ക്രിംസൺ റെഡ് ആവുന്നതാണ്. ഇപ്പൊ തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും. അത് കളർ കയറി തുടങ്ങുന്നുണ്ട്. ഈ സെന്ററിലൂടെ ഒക്കെ കളർ വരാവുള്ളൂ. ഫുള്ളായിട്ട് നല്ല റെഡ് ആവുന്നതാണ് ക്രിംസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അതിന്റെ വിൻസിന്റെ അടിയിലും നല്ല കളർ ആയിരിക്കും. കണ്ടില്ലേ, വിൻസിന്റെ അടിയിലും നല്ല റെഡ് ആയിരിക്കും. ഇത് ഫുള്ളി ടേമഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പിടിക്കാനും എടുക്കാനും ഒക്കെ പറ്റും.